Okay, please mark your attendance. Okay, where are we now? Did we complete this exercise? അല്ല, ഫിഫ്ത്ത് ക്വസ്റ്റ്യനാ. എവിടെ നമ്മളിപ്പം അല്ലേ? എ ടെസ്റ്റർ യൂസ് ടു ചെക്ക് ദ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ടു ലിക്വിഡ്സ് ലേബൽ എ ആൻഡ് ബി. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ബൾബ് ഓഫ് ദ ടെസ്റ്റർ ഗ്ലോസ് ബ്രൈറ്റ്ലി. അത് പറഞ്ഞു. ദെൻ ഡസ് എ പ്യുവർ വാട്ടർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ഇഫ് നോട്ട്, വാട്ട് ക്യാൻ വി ഡു ടു മേക്ക് ഇറ്റ് കണ്ടക്റ്റിംഗ്? ഇജാസ്, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ഇജാസ് ഇസ്മയിലേ, എടാ ഒന്ന് നിന്നെ കാണട്ടെ. ഓക്കെ, ഗുഡ് ബോയ്. കണ്ടോ, ഷോൺ ഐഡൻറ്റി കാർഡ് വരെ ഇട്ടിട്ടായിരിക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, കണ്ടോടാ ഫെയ്ത്തേ, കണ്ടോ ശ്രീവിഷ്ണു, അവൻ ID കാർഡ് വരെ ഇട്ടിട്ടായിരിക്കുന്നത്. ഇജാസ് എവിടെയാടാ പോയ എൻ്റെ ഇടയ്ക്ക്? ഓക്കെ, ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ശരി. ദെൻ ഡസ് പ്യുവർ വാട്ടർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ഇഫ് നോട്ട്, വാട്ട് ക്യാൻ വി ഡു ടു മേക്ക് ഇറ്റ് കണ്ടക്റ്റിംഗ്? പ്യുവർ വാട്ടർ കണ്ടക്ട് ചെയ്യോ? ഇസ് ഇറ്റ് എ ഗുഡ് കണ്ടക്ടർ ഓർ നോ? പിന്നെ പ്യുവർ വാട്ടർ ഈസ് എ ബാഡ് കണ്ടക്ടർ അല്ലേ? ഇറ്റ് ഇൻസുലേറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ ബാഡ് കണ്ടക്ടർ. ദെൻ ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് ഗുഡ് കണ്ടക്ടർ? ഹൗ ക്യാൻ വി മേക്ക് സംതിങ്? വാട്ട് ദാറ്റ്? മേക്ക് സോൾട്ട് അല്ലേ? നമ്മുടെ അടുക്കളയിലിരിക്കുന്ന സോൾട്ട് വെറും സോൾട്ടുകളുടെ ആണ്, സൂപ്പറാണ്, പല ഉപകാരമുണ്ട് കേട്ടോ. വെറുതെ ഉപ്പല്ലേ, ഉപ്പാന്ന് പറഞ്ഞാൽ കളിയാക്കണ്ട, ഉപ്പ് സൂപ്പറാണ്, പല ഉപയോഗമുണ്ട്. സോ വി ക്യാൻ മേക്ക് എ നോർമൽ വാട്ടർ, that means it is a bad conductor. We can make it a good conductor by adding some salt or lemon juice or vinegar. Okay, good. Then in case of fire, before the firemen used their water hoses, they shut off the main electrical supply for the area. Explain why they do this. ഒരു സ്ഥലത്ത് തീ പീഡിത്തോടെ ചുറ്റുപ്രദേശമുള്ളവരെല്ലാം ഇരുട്ടിലാക്കണോ? വേണോ? എടോ, കറണ്ട് പോയിട്ട് ഒരു 10 മിനിറ്റ് ഇപ്പോൾ ഇരിക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? ഒക്കെ വെക്കാൻ തുടങ്ങില്ലേ? പറ്റുമോ? ഷോൺ റെഡിയാണ് കേട്ടോ. കണ്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഫെയ്ത്ത് ഡോറൊക്കെ തുറന്നിട്ട് നല്ല എയർ സർക്കുലേഷൻ ഉള്ള റൂമിലൊക്കെ ഇരിക്കുന്നത് അല്ലേ ഫെയ്ത്തേ? ഫാൻ ഓഫുമാണ്, അപ്പം നോ പ്രോബ്ലം അല്ലേ? അവനെ സംബന്ധിച്ചോളം കറണ്ട് പോയാൽ നോ പ്രോബ്ലം. ഓക്കെ, സോ ദെൻ വാട്ട്സ് ദ പർപ്പസ് ബിഹൈൻഡ് ദാറ്റ്? വാട്ട്സ് ദ പർപ്പസ് ബിഹൈൻഡ് ദാറ്റ്? ദർ ഇസ് എ പർപ്പസ്. A fire, in the case of a fire, before the firemen use the water hose, they shut off the main electrical supply for the area. Then what's the reason? What's the reason? ഇന്നലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടതാണ് ഇല്ലേ ഫെയ്ത്തെ? ആരാ ഫെയ്ത്തെ വരുന്നേ? അമ്മ ചായയും കൊണ്ട് വരുന്നുണ്ടോ? ഫെയ്ത്ത് കാര്യമായിട്ട് നോക്കുന്നുണ്ട് വാതിക്കലോട്ട്. ക്ലാസ് കഴിഞ്ഞ് കുടിച്ചാൽ മതി. ഓക്കെ, ദെൻ വാട്ട്സ് ദ റീസൺ? ബി സീരിയസ്. തമാശ അങ്ങ് പൊക്കോട്ടെ, അതിൻ്റെ കൂടെ നമുക്ക് സീരിയസ് ആയിട്ടും പോകണം. ഓക്കെ, എന്താണോ കാര്യം? എന്താണ് പ്രശ്നം? ദ വാട്ടർ ദേ യൂസ്ഡ് മേ കണ്ടെയ്ൻ സോൾട്ട് ഓർ ഇറ്റ് ഈസ് നോട്ട് പ്യുവർ വാട്ടർ അല്ലേ? എവിടുന്നേലും ഒക്കെ കൊണ്ടുവരുന്ന വെള്ളം എടുത്തല്ലേടോ ഫയർമാൻമാർ വെള്ളം, അല്ലാതെ കുടിക്കുന്ന പ്യുവർ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ടാണോ, അല്ലെ നോർമൽ ഡ്രിങ്കിങ് വാട്ടർ എടുത്തിട്ടാണോ തീ കെടുത്താൻ പോന്നേ? ഒരു സ്ഥലത്ത് റിവർ വാട്ടറോ പോണ്ട് വാട്ടറോ എവിടെ നിന്ന് കിട്ടുന്ന ചെളിവെള്ളമായാലും വേണ്ട അല്ലേ? അല്ലേ? That means that water is not pure. We know pure water is bad conductor, but bad means mixed water is a good conductor of electricity. If there is supply from anywhere, if there is chances to supply of electricity there, it will cause more dangerous. It will lead to a more dangerous. So they switch off the main electric power in that area, that in order to avoid conducting of electricity through അല്ലേ? പൊട്ടി വീണ് കിടക്കില്ല. ഇപ്പം തീപിടുത്തുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഈ ലൈനൊക്കെ പൊട്ടി വീണ് കിടക്കത്തില്ലേ അല്ലേ? അപ്പോൾ അതിനകത്ത് എന്ത് പിന്നെ ആൻമേരിയ സ്റ്റക്കായി പോയല്ലോ, ജസ്റ്റ് ലൈക്ക് സ്റ്റാച്ചു ആയി പോയല്ലോ. ആൻമേരിയ ലിബർട്ടി അല്ല, സ്റ്റാച്യു ഓഫ് ആൻമേരിയയുടെ ഏത് സ്ഥലത്തുനിന്ന് ആൻമേരിയ വരുന്നേ? അൺമ്യൂട്ട് ആവുന്നില്ല. കരീക്കര. ഓക്കെ, വിടാം, നമ്മൾ അവളൊന്ന് ശരിയാക്കാൻ വിടാം. ഓക്കെ,
Then, next, a child staying in coastal region tests the drinking water and also the sea water with his tester. He finds that the compass needle deflects more in case of sea water. Can you explain the reason? എന്താണോ കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആൻമരിയ ശരിയായി അല്ലേ? ആൻമരിയ അപ്പം ഇജാസ് പോയി. ഇതെന്തോന്ന് ഇജാസേ? നേരത്തെ നോട്ട് ബുക്ക് എടുക്കാൻ നേരത്തെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ പോയത്, ഇപ്പം നോട്ട് ബുക്ക് എടുക്കാൻ പോയതാണല്ലേ? അല്ല മിസ്, അറിയാണ്ട് ഓഫ് ആയി പോയതാ. അയ്യോ, അത് ശരി. ഓക്കെ, ദെൻ എ ചൈൽഡ് സ്റ്റേയിങ് ഇൻ എ കോസ്റ്റൽ റീജിയൻ. എന്താ മക്കളെ കോസ്റ്റൽ റീജിയൻ? മീൻസ് നിയർ ദ സീഷോർ അല്ലേ? തീരപ്രദേശം. ഓക്കെ, എ ചൈൽഡ് സ്റ്റേയിങ് ഇൻ കോസ്റ്റൽ റീജിയൻ ടെസ്റ്റസ് ദ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഓൾസോ സീ വാട്ടർ. കുടിക്കുന്ന വെള്ളവും മീൻസ് ദാറ്റ് പ്യുവർ വാട്ടർ ആൻഡ് വാട്ടർ ഫ്രം ദ സീ. വാട്ടർ ഫ്രം ദ സീ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സീ ഫ്രം ദ വാട്ടർ? വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഇസ് സോൾട്ടി വാട്ടർ അല്ലേ? ഫുൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുക, സോൾട്ട് മാത്രമല്ല അല്ലേ, എല്ലാ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. വാട്ടർ. ഹി ഫൈൻഡ് ദാറ്റ് ദ കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് മോർ ഇൻ ദ കേസ് ഓഫ് സീ വാട്ടർ. ദാറ്റ് മീൻസ് there is flow of that means sea water is a good conductor of electricity. That's the simplest word we can say. Sea water is a good conductor of electricity. So the compass needle shows deflection. ഇതിന് നോട്ട് മിസ് അയച്ചു തരണ്ടല്ലോ, നിങ്ങൾ എഴുതുമല്ലേ? എഴുതാൻ പറ്റത്തില്ല ഷോണേ? ഷോണിൻ്റെ വണ്ടടിച്ച് നിൽപ്പുണ്ട്. എഴുതിക്കോ, ഡോണ്ട് വറി. പോയിൻറ്റ്സ് ഇല്ലേ മിസ് മാർക്കൊന്നും തരത്തില്ല. ഓക്കെ, എഴുതിക്കോ, ഡോണ്ട് വറി എന്നൊക്കെ പറയും, പക്ഷെ അതിൻ്റെ അകത്ത് മെയിൻ പോയിൻറ്റ്സ് ഒക്കെ വേണം. ദെൻ നെക്സ്റ്റ് വൺ, പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ് അറൗണ്ട് യു ദാറ്റ് ആർ ഇലക്ട്രോപ്ലേറ്റഡ്. അതിനെവിടെ പോകും മക്കളെ? ഉണ്ടല്ലേ? എന്താ ചെയ്യണ്ടേ? പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ് അറൗണ്ട് യു ദാറ്റ് ആർ ഇലക്ട്രോപ്ലേറ്റഡ്. ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തിയിരിക്കുന്ന ഒബ്ജക്റ്റുകളുടെ പേര് കണ്ടുപിടിക്കാം. മിനിമം ഒരു 5 എണ്ണമെങ്കിലും കണ്ടുപിടിക്കണ്ടേ? ഇല്ലേ മോശമല്ലേ? ഇത് എവിടെ നിന്ന് 5 എണ്ണം കണ്ടുപിടിക്കും? ഇഷ്ടം പോലെ ഉണ്ട്, ഒന്ന് അന്വേഷിച്ച് നോക്കിക്കേ. അടി കിട്ടും ഗൂഗിളിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ. നിങ്ങളുടെ ചുറ്റുമുള്ളതിനെ നിരീക്ഷിച്ചാൽ മതി. ഞാൻ പപ്പായോട് പറയുന്നുണ്ട് ആ മൊബൈലിൻ്റെ കാര്യം, ഗൂഗിള് കേട്ടോ. പപ്പ ഇവിടെ തന്നെയുണ്ട്, ഞാൻ പറഞ്ഞേക്കാം. ആരും ഗൂഗിൾ ചേച്ചിയുടെ കൂടെ ചേച്ചിയോട് ചോദിക്കണ്ട കേട്ടോ, അതിനാകെ 10-20 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നോക്കിയാൽ കിട്ടൂടോ, ഇല്ലേ ഷോണേ? ഷോണ് ഗൂഗിളിനെ ഹെൽപ്പ് വേണ്ടെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇല്ലേ ഷോണെന്ന് ചോദിച്ചത്. അല്ലേ ഷോൺ? ആം ഐ റൈറ്റ്? യാ, ഗുഡ്. കണ്ടോടാ, നല്ല മക്കളെ കണ്ടുപിടിക്ക്. ഗൂഗിളിനോട് ചോദിക്കൂല, തന്നെ കണ്ടുപിടിക്കും. നിങ്ങളെല്ലാം നല്ല മക്കളാട്ടോ. ഓവനോ? എന്താ മോനെ? ഓവൻ ഇലക്ട്രോപ്ലേറ്റ് ആണോ? ആയിരിക്കും, കാരണം അതിൻ്റെ ഉള്ളിലെ മെറ്റൽ കണ്ടിട്ടുണ്ടോ? വീട്ടിലേതിൻ്റെ ഇങ്ങനെ ഇളകിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ടോ? എനിക്ക് ശരിക്കും കാണാം. അതിൻ്റെ പുറമേയുള്ള കോട്ടിംഗ് ഉണ്ടല്ലോ, ആ കോട്ടിങ്ങിൻ്റെ ഉള്ളിൽ ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറാണ് കാണുന്നത്. ഓക്കെ, അത് ഫുള്ള് തന്നെ അത് ഇത് പെയിൻറ്റിങ് ചൂട് കൂടിയിട്ട് ഇളകിപ്പോയതാണെന്ന് അറിയില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി അല്ലേ, മോർ ഷൈനിങ് പർപ്പസ്. പിന്നെ എന്തൊക്കെയുണ്ട്? നമ്മുടെ എന്താണ് പറഞ്ഞത് ആൻമരിയ? ജുവല്ലറി പറഞ്ഞില്ലേ? ജുവല്ലറി പറഞ്ഞില്ലേ? കാറ് പറഞ്ഞിട്ടില്ലേ? ടോയ്സ് ഇല്ലേ? അതൻ എന്താണ്? പിന്നെന്തൊക്കെയാണ്? കുറേ ഉണ്ടടാ. കോപ്പർ, നമ്മുടെ പ്ലേറ്റുകളും ഇതും ഒക്കെ അല്ലേ? ഓൾറെഡി 5 തിങ്സ് ആയി. മിസ് തന്നെ ഉത്തരം പറഞ്ഞു. ഒരു കഷ്ടമായിപ്പോയി. നിങ്ങളാളും സ്മാർട്ട് കുട്ടികളാണ്, മിസ്സിനെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിച്ചു അല്ലേ? അല്ലേ ശ്രീദേവേ? അടവ് കയ്യിലിരിക്കട്ടെ. നെക്സ്റ്റ്, the process that you saw in activity 14.7 is used for the purification of copper. Okay, purification of copper. A thin plate of pure copper and a thick rod of impure copper are used as electrodes. Copper from impure rod is sought to be transferred to the thin copper plate. Which electrode should be attached to the positive terminal of the battery and why? ഇത് നീണ്ട ക്വസ്റ്റൻ അല്ലേ?
അല്ലേ? വലിയ ക്വസ്റ്റ്യൻ, ആൻസർ ചെറുതാണ് കേട്ടോ. ആൻസർ ഈസ് ടു സ്മോൾ. ദ പ്രോസസ് ദാറ്റ് യു സോ ഇൻ ആക്ടിവിറ്റി 14.7, വേർ ഈസ് ദാറ്റ്? 14.7, അതാ 14.7. Look at that picture. A simple circuit showing electroplating. Okay. 7 is used for the purification of copper. കോപ്പറിനെ ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. A thin plate of pure copper and a thick rod of impure copper are used as electrodes. അപ്പോൾ ഏതൊക്കെയാണ് ഇലക്ട്രോഡ്? ഒരു നല്ലത്, അത് വളരെ നേരിയതാണ്. ഓക്കെ, ഗുഡ് കോപ്പർ, ഒരു ഇമ്പ്യൂരിറ്റി ഇല്ലാത്ത ഗുഡ് കോപ്പർ മാത്രം വരുന്ന ഒരു നേരിയ പ്ലേറ്റ് ഒരു സ്ഥലത്ത് വെച്ചു. പക്ഷേ അതിൻ്റെ മറുവശത്തോ തിക്ക് റോഡ് ഓഫ് ഇമ്പ്യൂർ കോപ്പർ. തിക്ക് റോഡാണ്. ദാറ്റ് മീൻസ് ഇതിന്ന് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി അല്ലേ? എന്താണ് തിക്ക് റോഡ് ഓഫ് ഇമ്പ്യൂർ കോപ്പർ? നമ്മൾ അതിനെന്ത് ചെയ്യണം? അതിലെ ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കിയിട്ട് അതിലെ കോപ്പർ എടുത്തിട്ട് ഈ പാവം മെലിഞ്ഞിരിക്കുന്ന കോപ്പർ ഷീറ്റുകാരന് കൊടുക്കണം അല്ലേ? ഇലക്ട്രോണിന് കൊടുക്കണം. അതാണ് നമ്മുടെ പ്രവൃത്തി. ഓക്കെ, ദാറ്റ് മീൻസ് വി ആർ സെപ്പറേറ്റിംഗ് കോപ്പർ ഫ്രം ഓൾ ഇമ്പ്യൂരിറ്റീസ്. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് നോട്ട് അവർ ക്വസ്റ്റ്യൻ ഹിയർ. Then electroplates. Copper from the impure rod is sought to be transferred into the thin copper plate. Which electrode should be attached to the positive terminal of battery and why? That is a question. Okay, that is a question we want to answer. Then which one is that? Which electrode? Okay, which electrode should be attached to the positive terminal? അപ്പം there are two electrodes there. ഒന്ന് a thin poor copper electrode and next side thick impure electrode. So which will be connected to the positive terminal and which rod is connected to the negative terminal? ചിന്തിച്ച് നോക്കിക്കേ. ദാറ്റ് മീൻസ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ ഏത് ടെർമിനലിനോടാണ് കണക്ട് ചെയ്യേണ്ടത്? നോർമലി ഏത് സാധനത്തിനെയാണോ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തേണ്ടത് ആ സാധനത്തിനെ നോർമലി ഏത് റോഡിനോടാണ് കണക്ട് ചെയ്യുന്നത്? നേരെ തിരിച്ച്. പോസിറ്റീവ് അല്ലേ പിന്നെ നെഗറ്റീവ്? നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ് റോഡിനോടാണ് പ്യുവറായിട്ടുള്ളത്. ഏതിനാണോ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തേണ്ടത് അതിനെ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഇംപ്യുവർ എവിടെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? എവിടെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ഓക്കെ, ദെൻ ദ തിക്ക് റോഡ് ഓഫ് ഇംപ്യുവർ കോപ്പർ വിൽ ബി അറ്റാച്ച്ഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, thick rod of impure copper will attach to the positive terminal. Clear? Any doubt? Okay, good. അപ്പോൾ നമ്മളുടെ ഈ ചാപ്റ്റർ ഓവറായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ദെൻ നോട്ട് മിസ് അയച്ച് തന്നിട്ടുണ്ടോ മക്കളെ? ഇല്ല. നോട്ടും മിസ് അയച്ചു തരാം. എക്സസൈസ് നിങ്ങൾ ചെയ്യണം. ഇല്ല ഇജാസേ? ഹലോ ഇജാസ്, ക്യാൻ യു ഹിയർ മീ? ഓക്കെ, ഗുഡ്. 6 പേര്. എന്ന് സ്ഥിരം കയറാത്ത 2 മക്കളുണ്ടല്ലേ, ദിയയും ശ്രേയും. പിന്നെ ജോയൽ, അങ്ങനെ ആരോ ഉണ്ടോ? ഒരാളോട് ഇല്ലേടാ? ജോയൽ എന്താ പറ്റി അവൻ കയറാറില്ല? കയറാറുണ്ട്. ഇന്ന് ഉച്ചക്കത്തെ ക്ലാസ്